ഈ നമ്മുടെ സ്വന്തം മക്കൾക്ക് ഇതിനെ പറ്റി അറിയാൻ പാടില്ല എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ പറഞ്ഞു കൊണ്ടത് പപ്പയോട് ചോദിക്കും, മുത്തച്ഛനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കുട്ടികൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കുട്ടികളുടെ എക്സ്പ്ലനേഷൻ്റെ ശാസ്ത്രീയത ഇല്ലെന്ന് കണ്ടാൽ ഈ കുട്ടി വന്നുകൊണ്ട് അതിൻ്റെ സ്വന്തം അച്ഛനും അമ്മയോടും പറയും, ഈ മുത്തച്ഛന് യാതൊരു ബോധവുമില്ല, ഈ മുത്തശ്ശിക്ക് യാതൊരു വിവരവുമില്ല എന്ന് പറയുമ്പോൾ ഭാര്യയുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയും, എടോ ഇനിയിപ്പോൾ അവരെ ഇവിടെ നിർത്തിയതുകൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ, ഒരു പ്രയോജനമില്ലാത്ത സാധനത്തിന് നമ്മുടെ വീട്ടിൽ എന്തിനാ നിർത്തണം? അപ്പോൾ അവർക്ക് പറ്റിയ സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. ഉപയോഗമുള്ള ഒരു വസ്തുവും നമ്മൾ വേണ്ടെന്ന് വെക്കില്ല. പാഴ്വസ്തുക്കളെ മാത്രമേ നമ്മൾ പുറന്തള്ളാറുള്ളൂ. ഈ പുറന്തള്ളപ്പെട്ടാൽ എന്ത് പറ്റും? ഇന്നത്തെ ഓൾഡ് ഏജിൽ ജീവിക്കുന്ന ആൾക്കാരുടെ തലമുറ കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനുണ്ടാവില്ല, വിശ്വാസങ്ങൾ ഉണ്ടാവില്ല, ക്ഷേത്രങ്ങളൊക്കെ ക്ലബ്ബുകളായിട്ട് മാറും ഇനി അടുത്ത കാലം വരുമ്പോൾ. കാരണം ഇവർക്ക് വിശ്വാസമില്ല. ഇങ്ങനത്തെ ഒരു മാറ്റം വരാതിരിക്കണമെങ്കിൽ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ശാസ്ത്രീയത നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ശാസ്ത്രീയത ചർച്ച ചെയ്യപ്പെടാതെ അന്ധവിശ്വാസങ്ങളിലൂടെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടെ. അതിന് വലിയൊരു ഉദാഹരണമാണ് ലോകത്തിലുള്ള ഏത് കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും, ഏതൊരു ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ പിന്നിലും ഒരു ഭാരതീയൻ്റെ കരസ്പർശമുണ്ട്.